ഹലോ ഗേയ്സ്, ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ നടന്ന തേർഡ് പാർട്ടി ഇവന്റ് ട്രിനിട്ര സ്പോർട്സ് കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ, ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. 6 മാച്ചുകൾ ആ ഒരു ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ഫീനിക്സ് സ്പോർട്സ് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിലേക്ക് എത്തി 62 പോയിന്റ്. സെക്കൻഡ് മെഡൽ സ്പോർട്സ് എത്തിയിരിക്കുകയാണ് ഒരു ചിക്കനോടുകൂടി 45 പോയിന്റ് സ്വന്തമാക്കിയ. തേർഡ് വൈറ്റ് വാക്കേഴ്സ് എത്തി 45 പോയിന്റ്. 4ാം സ്ഥാനത്താണ് നമ്മളെ മല്ലൂർഗയുള്ള മിത്ത് ഒഫീഷ്യൽസ് ഫിനിഷ് ചെയ്ത് 45 പോയിന്റ്. 7ാം സ്ഥാനത്ത് നമ്മളെ ഈവിള് കളിക്കുന്ന ജെൻ എക്സ് എഫും ഫിനിഷ് ചെയ്തു. ലാസ്റ്റ് മാച്ചിൽ ആ ഒരു ചിക്കണിന്റെ പെർഫോമൻസോട് കൂടി 38 പോയിന്റ് ആയിട്ട് 7ാം സ്ഥാനത്താണ് ജെൻ എക്സ് എഫ് ഫിനിഷ് ചെയ്ത്. നമ്മളെ സാരക്സിന്റെ ടീമായുള്ള ലിഗിതായി സ്പോർട്സ് 10ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്ത് 31 പോയിന്റ് ആയിട്ട്. ഇതിൽ നിന്നും ടോപ്പ് 12 ടീമുകളാണ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ള. ബാക്കിയുള്ള ടീമുകൾ എലിമിനേറ്റ് ആയി. അതിൽ എടുത്തു പറയേണ്ട K9 സ്പോർട്സ് 14ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്. അവരും പുറത്തായിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഗ്രൂപ്പ് സിയുടെ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മൾ നോണക്സ് ഒക്കെ ഗ്രൂപ്പ് സിയിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ മാച്ചുകൾ നിങ്ങൾക്ക് ട്രിനിട്ര സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ ഉച്ചയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു ഇൻഫോ, ഇന്നലെ നടന്ന രണ്ടാമത്തെ തേർഡ് പാർട്ടി ഇവന്റ് വൺ ഗെയിം സ്പോർട്സ് കണ്ടക്ട് ചെയ്ത പ്രോ ചാമ്പ്യൻഷിപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് സിയുടെ മത്സരങ്ങളായിട്ട് ഇന്നലെ നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിച്ചത്. അതിൽ നമുക്ക് ട്രൈബ് ഹൈഡ്മാന്റെ ആ ഒരു ടോപ്പ് പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. 6 മാച്ചുകളിൽ ഒരു ചിക്കൻ ഡിന്നറോട് കൂടി 54 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. സെക്കൻഡ് മെഡൽ സ്പോർട്സ് എത്തി 54 പോയിന്റോടെ. തേർഡ് ഗോൾ ലേക്ക് സ്പോർട്സ് ഫിനിഷ് ചെയ്തു 51 പോയിന്റാണ്. എടുത്തു പറയേണ്ടത് ജൊനതൻ സ്പോർട്സ് അല്ലെങ്കിൽ ജൊനതൻ ഗെയിമിങ്ങിന്റെ ആ ഒരു ടോപ്പ് പെർഫോമൻസ് തന്നെയാണ്. 18 ഫിനിഷസോട് കൂടിയിട്ട് MVP റാങ്കിങ്ങിൽ ആ ഒരു ടോപ്പിലേക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നമ്മളെ ജൊനതന് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾ ലേക്കിന് വേണ്ടി ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ജൊനതന് ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ടോപ്പ് 12 ടീമുകൾ ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. ബാക്കിയുള്ള ടീമുകൾ പുറത്തായി. ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങൾ ഓഫ് സ്ട്രീം ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറാങ്കുട്ടാൻ ആ ഒരു പോസിറ്റീവില് ടോപ്പിലെത്തി ഒരു ചിക്കൻ ഡിന്നറോടുകൂടി 56 പോയിന്റാണ് സ്വന്തമാക്കിയത്. സെക്കൻഡ് SBA സ്പോർട്സും എത്തി 50 പോയിന്റ്. തേർഡ് നമ്മളെ ഷാഡോയുടെ അല്ലെങ്കിൽ വൊമെക്സിലെ എക്സ് ലൈനപ്പ് കാലിപ്സവന് വേണ്ടി കളിക്കുന്നുണ്ട്. അവര് 48 പോയിന്റോടെ അവർ തേർഡ് പൊസിഷനിലേക്ക് എത്തി. ഷാഡോ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. 13 ഫിനിഷസോട് കൂടി ടോപ്പ് ഫ്രാഗ് ലിസ്റ്റ് ആ സെക്കൻഡ് പൊസിഷനിൽ ഈ ഒരു ഗ്രൂപ്പിൽ എത്താനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ടോപ്പ് 12 ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ള. നമ്മളെ മലയാളി ടീമായുള്ള സിഗ്നേച്ചർ സ്പോർട്സ് 13ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് 21 പോയിന്റ്. അവർക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചിട്ടില്ല. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നേച്ചർ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത മാസ്റ്റർ സീരീസ് 30,000 രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റ് സൗത്ത് ഇന്ത്യൻ ടീമുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. നമ്മുടെ മലയാളി ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ലെജൻഡറി ഫേസ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ടീം സായിപ്പ്, ടീം പാബ്ലോ, ടീം സാരക്സ്, ഒപ്പം നമ്മളുടെ ടീം ജൂനിയർ ഗെയിമിംഗ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ നമ്മളുടെ ടീമായുള്ള ജൂനിയർ ഗെയിമിംഗ് ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കാണ് ചെയ്ത്. ലാസ്റ്റിലേക്ക് മാത്രം ആ ഒരു ഫൈറ്റ് എടുത്ത് തുടക്കത്തിൽ ഫുള്ളി സർവൈവ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ടീം പാബിലോ ഒക്കെ തീർത്തുകൊണ്ട് 3 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ആ ടീം സ്വന്തമാക്കി. അതിൽ എടുത്തു പറയേണ്ടത് 3 പ്ലേയേഴ്സ് മാത്രമായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായത്. നമ്മളെ വൊമെക്സിലെ ജിന്ന്, റൈജർ, ടെററിസം തുടങ്ങിയുള്ളതായിരുന്നു നമുക്ക് ആ ഒരു മാച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ച് 2 നമുക്ക് സെർവിയുടെ ടീം ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. ഇവിടെയും നമ്മുടെ ടീം ജൂനിയർ ഗെയിമിംഗ് ആ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി. ഇവിടെയും നല്ലൊരു സർവൈവിംഗ് സ്കില്ല് തന്നെയാണ് ടീം കാഴ്ചവെച്ചത്. 6 ഫിനിഷസോട് കൂടി 12 പോയിന്റ് ടീം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. മാച്ച് 3 നമുക്ക് റാവൻ ഷാർപ്പിന്റെ ആ ഒരു ടീം 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. അവിടെ നമ്മളെ സായി പോപ്പിയുടെ ടീം LHSലെ പിള്ളേരായിരുന്നു സായി പോപ്പിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. തേർഡ് പൊസിഷനിലേക്ക് എത്തി 4 ഫിനിഷസോട് കൂടിയിട്ട്. നമ്മളുടെ ജൂനിയർ ഗെയിമിങ്ങിന്റെ ടീം 7ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു 2 ഫിനിഷസുമായിട്ട്. 4ാമത്തെ മാച്ച് പകുതി ആയപ്പോഴേക്കും സർവർ ഹാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു മാച്ച് ഫുള്ളി ഒഴിവാക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ടോട്ടൽ ഈ ഒരു ലെജൻഡറി ഫേസ് അവസാനിച്ചപ്പോൾ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ റാവൻ ഷാർപ്പിന്റെ ആ ഒരു ടീം 42 പോയിന്റുമായിട്ട് ആ ഒരു പോസിറ്റീവിൽ ടോപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ നമ്മളുടെ ടീമായുള്ള ജൂനിയർ ഗെയിമിംഗ് തന്നെയാണ് നിൽക്കുന്നത് 28 പോയിന്റായിട്ട് ഒരു ചിക്കനിനോട്. നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മളെ വൊമിക്സിന്റെ ആ ഒരു പിള്ളേര് കാഴ്ചവെച്ചിട്ടുള്ളത്. അടിപൊളി പെർഫോമൻസ് അവരുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. തേർഡ് എത്തിയത് നമ്മളെ എക്സ്പെയിന്റെ ടീമാണ് 28 പോയിന്റ്. 4ാം സ്ഥാനത്ത് മിസ്റ്റർ സ്പ്രേയുടെ ടീം എത്തി 27 പോയിന്റ്. നമ്മളെ പാബിലൊക്കെ ഈ ഒരു മിസ്റ്റർ സ്പ്രേയുടെ ടീമിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. 6ാം സ്ഥാനത്ത് നമ്മളെ സാരക്സിന്റെ ലിഗ്തായ് സ്പോർട്സിൽ ആ ഒരു
T1 പ്ലേയേഴ്സും ഈ ഒരു ഇവന്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. 6ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്ത് 23 പോയിന്റ് ഇട്ട്. അതിന്റെ 9ാം സ്ഥാനത്താണ് നമ്മൾ സായി പോപ്പിയുടെ ടീം ഫിനിഷ് ചെയ്ത് 16 പോയിന്റോടെ. നമ്മൾ LHSലെ സ്പൈ, കാലൻ അവരൊക്കെയായിരുന്നു ഈ ഒരു മാച്ചുകൾ സായി പോപ്പിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൽ നിന്നും ആഷ് 1 മുതൽ ആഷ് 4 വരെ ആ ഒരു ടോപ്പ് 4 എത്തുന്ന ടീമുകൾ ഡയറക്റ്റ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. 5ാം സ്ഥാനം മുതൽ 7ാം സ്ഥാനം വരെയുള്ളവർ സെമി ഫൈനൽസിലേക്കും ക്വാളിഫൈ ആയി. ബാക്കിയുള്ള ടീമുകൾ പുറത്തായിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ സായി പോപ്പിയുടെ ടീമൊക്കെ ഇതിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. അവർക്ക് അത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് ഇതിന്റെ സെമി ഫൈനൽ മാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സിഗ്നേച്ചർ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ നിങ്ങൾ എന്തായാലും ആ ഒരു മാച്ചുകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ BGS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ റൗണ്ട് 2 മത്സരങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മാച്ചുകളെല്ലാം ലൈവ് സ്ട്രീം ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 512 ടീമുകളാണ് റൗണ്ട് 2ൽ വരുന്നത്. 496 ടീമുകൾ റൗണ്ട് 1ൽ നിന്ന് ക്വാളിഫൈ ആയി വന്നവരും ബാക്കി നമ്മളെ ദ ഗ്രൈൻഡ് കളിച്ച ഗ്രൂപ്പ് ഡിയിലെ ടോപ്പ് 8 ടീമുകളും ഗ്രൂപ്പ് സിയിലെ ബോട്ടം 8 ടീമുകൾ, അങ്ങനെ ടോട്ടൽ 512 ടീമുകൾ ഈ റൗണ്ട് 2ൽ മത്സരിക്കുന്നതായിരിക്കും. 32 ഗ്രൂപ്പുകളായിട്ടാണ് ഇതിൽ തിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ടോപ്പ് 7 എത്തുന്ന ടീമുകൾ റൗണ്ട് 3ലേക്ക് ക്വാളിഫൈ ആയിരിക്കും. അതിൽ നിന്നും ബാക്കി ഓവറോൾ ടോപ്പ് 7 ഒഴിച്ച് ബാക്കിയുള്ള ടീമുകളുടെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കിയിട്ട് അതിൽ നിന്നും ടോപ്പ് 16 എത്തുന്ന ടീമുകൾക്കും റൗണ്ട് 3ലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മാച്ചുകൾ നമുക്ക് നാളെ മുതൽ തന്നെ കാണാനായിട്ട് സാധിക്കും. റൗണ്ട് 1ന്റെ റിസൾട്ട് ചിലപ്പോൾ ഇന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഏതൊക്കെ മലയാളി ടീമുകൾ ക്വാളിഫൈ ആയെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ എപ്പോൾ കമന്റ് ആയി രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ ബൈ ഗൈസ്.